പുസ്തകക്കൂട്ട് എന്ന പരിപാടിയിലേക്ക് വീണ്ടും വരിക. പുസ്തകങ്ങളുടെ കൂട്ടുപിടിച്ച് ജീവിതത്തിൻ്റെ അറിവുകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കുന്നൊരു പരിപാടിയാണിത്. അത് പുതിയ പുസ്തകങ്ങളാവാം, പഴയ എന്നാൽ സമകാലികമായ ഒരുപാട് പ്രസക്തിയുള്ള പുസ്തകങ്ങളാവാം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ തിരഞ്ഞെടുത്ത കൃതികളാണ്. ജാതിക്കുമ്മി, ബാലാകലേശം മുതലായി പണ്ഡിറ്റ് KP കറുപ്പൻ അടയാളപ്പെടുത്തിയ കൃതികളും ഒരു കവി എന്ന നിലയിൽ കൊച്ചി രാജ്യത്തെ നിയമസഭാംഗം എന്ന നിലയിൽ, സാമുദായിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ഒക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളോടൊപ്പം പണ്ഡിറ്റ് KP കറുപ്പൻ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില കൃതികളാണ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആരാണ് പണ്ഡിറ്റ് KP കറുപ്പൻ? നമ്മുടെ നാട്ടിൽ സംഭവിച്ച നവോത്ഥാനം, അതിനെക്കുറിച്ച് ഇന്ന് ഓർക്കുമ്പോൾ, ഇന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ ചില നിരാശതകളൊക്കെ ഉണ്ടാവാറുണ്ട്. അറിവിലൂടെയും അറിവ് നേടുന്നതിലൂടെയും സമരങ്ങളിലൂടെയും എതിർപ്പുകൾ രേഖപ്പെടുത്തുന്നതിലൂടെയും നമ്മൾ നടന്ന ദൂരങ്ങൾ ഒരു ട്രെഡ്മിൽ നടത്തം പോലെയായിരുന്നു എന്നതാണ് ആ നിരാശതയുടെ കാര്യം. നമ്മൾ ട്രെഡ്മില്ലിൽ 1 മണിക്കൂർ നടക്കുന്നു, 1.5 മണിക്കൂർ നടക്കുന്നു. നമ്മുടെ ഊർജം ഒരുപാട് അതിൽ ചെലവാക്കുന്നു. പക്ഷേ തുടങ്ങിയെടുത്തുന്ന ഒരു അടി പോലും മുന്നോട്ട് പോകാത്തൊരു നടത്തത്തിനാണ് ട്രെഡ്മിൽ നടത്തമെന്ന് പറയുക. നമ്മൾ തിരിച്ചു പോയതാണോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. വിവേചനങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് നടത്തമായിരുന്നു അത്. വിവേചനങ്ങളില്ലാത്തൊരു ലോകത്തിലേക്ക്. അത് പല തരത്തിലും പല തലത്തിലുമുള്ള നടത്തമായിരുന്നു. മര്യാദയ്ക്ക് കുപ്പായമിടാൻ നമ്മൾ നടന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ജാതി അടയാളപ്പെടുത്തുന്ന മാലകൾ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഒരു മാലയിട്ടാൽ അത് കല്ലുമാലയായാലും മുത്തുമാലയായാലും സ്വർണ്ണമാലയായാലും പ്ലാസ്റ്റിക്കിൻ്റെ മാലയായാലും, ഇന്ന് ആരെങ്കിലും ഒരു മാലയിട്ടാൽ അയാൾ ഏത് ജാതിക്കാരനാണ്, ജാതിക്കാരിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മളതിന് ശ്രമിക്കാറില്ല. പക്ഷേ അന്ന് ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പോലും താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ടവർ അവർ ആ ജാതിയിലുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി കല്ലുമാലയിടണം. വഴി നടക്കാൻ സമരം ചെയ്തിട്ടുണ്ട് നമ്മൾ. മനുഷ്യർ വഴി നടക്കാൻ വേണ്ടി, മനുഷ്യർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ വേണ്ടി മനുഷ്യർ സമരം ചെയ്തിട്ടുണ്ട്. അന്യായ കരങ്ങൾ അവസാനിപ്പിക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. നമ്പൂതിരി സമുദായത്തിലെ അപ്പൻ നമ്പൂതിരിമാർ, അനുജൻ നമ്പൂതിരിമാർക്ക് സ്വന്തം ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല ഒരു കാലത്ത്. അങ്ങനെയാണ് യോഗക്ഷേമ സഭയിൽ സ്വജാതി വിവാഹം എന്നുള്ള മുദ്രാവാക്യമായിരുന്നത്. എല്ലാവർക്കും, അപ്പൻ നമ്പൂതിരിമാരടക്കം എല്ലാവർക്കും സ്വജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ടായത്. അച്ഛനെ തിരിച്ചു കിട്ടാനുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. മക്കളെ സ്നേഹിക്കാൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമായിരുന്നു മുമ്പ് നായർ സർവീസ് സൊസൈറ്റി.
തൊട്ടുകൂടായ്മകൾ ഒഴിവാക്കാൻ നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. അടിമത്തം ഇല്ലാതാക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ ഉണ്ടാക്കാൻ സമരം ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ടവർ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് അത് സവർണർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ദൈവത്തിനെ കൈകൂപ്പാൻ പോലും നമുക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായി അനീതികൾക്കും വിവേചനങ്ങൾക്കുമെതിരായ സമരമായിരുന്നു കേരളത്തിൻ്റെ ഒരു കാലത്തെ നവോത്ഥാനത്തെ തീരുമാനിച്ചത്. നമ്മൾ കുറേയൊക്കെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. പക്ഷെ അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോയോ എന്ന് സംശയമുണ്ടാവുന്നു. അങ്ങനൊരു കാലത്ത് അധസ്ഥിതർക്ക് വേണ്ടി ഉണ്ടായ പ്രസ്ഥാനങ്ങളുണ്ട്. കേരളം അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഭാവനകൾ നൽകിയൊരു പ്രദേശമാണ്. അയ്യങ്കാളിയുടെ സാധു ജനപരിപാലന സംഘമുണ്ടായിരുന്നു. അയ്യങ്കാളി നെഞ്ഞു വിരിച്ച് നടക്കുമ്പോൾ, നെഞ്ഞു വിരിച്ച് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് സാമൂഹിക നിയമങ്ങൾ ചിതറി വീണു. സാമാന്യമായ ധൈര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുടക്ക് മുതൽ. അതുകൊണ്ട് നിങ്ങളുടെ പാടത്തേക്ക് ഞങ്ങൾ പണിയെടുക്കാൻ വരണമെങ്കിൽ ഞങ്ങൾക്ക് പാഠം പഠിക്കാനുള്ള അവസരമുണ്ടാക്കണമെന്ന് ഉറക്കെ പറഞ്ഞു അദ്ദേഹം. ഏതാണ് മനുഷ്യൻ്റെ ഏറ്റവും നീചമായ വ്യവഹാരമെന്ന് ചോദിക്കുമ്പോൾ അതിന് ജാതിയും മതവുമാണ് എന്ന് ശ്രീനാരായണ ഗുരു ഉത്തരം പറഞ്ഞു. ജാതിയും മതവുമില്ലാത്തൊരു ലോകത്തിന് വേണ്ടിയിട്ട്, ജാതിയും മതവുമില്ലാതെ സോദരത്വേന വാഴുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു മുദ്രാവാക്യം മനുഷ്യർ കേൾക്കുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി രാജ്യത്ത് പുലയജന മഹാസഭ രൂപീകരിക്കുന്നത്. അന്നത്തെ അവസ്ഥ നമ്മൾ സാധാരണ വളരെ പഴഞ്ചൊല്ലുകൾ പറയുന്ന രീതിയിൽ വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചു എന്ന് പറയാറുണ്ട്. ഭ്രാന്താലയം എന്നുള്ളത് വാസ്തവത്തിലൊരു ചെറിയ പ്രയോഗമാണ്. അന്നത്തെ ജീവിതം, പ്രത്യേകിച്ച് താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ടവരുടെ ജീവിതം, ഈ അധകൃതർ എന്ന് വിളിപ്പേരുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം അനുഭവിച്ച അപമാനങ്ങളുടെയും ദുരിതങ്ങളുടെയും പുറത്താക്കലുകളുടെയും ചരിത്രം വളരെ ദയനീയമാണ്, വളരെ ക്രൂരമാണ്. അപ്പം അത്തരം ഒരു ഘട്ടത്തിൽ തൻ്റെ ഊർജം മുഴുവനും ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച, അത് തൻ്റെ കവിതയിലൂടെ, ലേഖനങ്ങളിലൂടെ, സാമാജികൻ എന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ പല വിധത്തിൽ ശ്രമിച്ചൊരു വലിയ മനുഷ്യനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. ആ കാലത്ത് തീർച്ചയായും സ്വാതന്ത്ര്യ സമരമൊക്കെ അത് ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ കീഴാളർക്കുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. കാരണം അതുവരെ ഹിന്ദു സമുദായത്തിലുണ്ടായിരുന്ന ജാതിപരമായ വിവേചനങ്ങളെയെല്ലാം ചെറുതായ രീതിയിൽ ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ടാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇവിടെ നിന്ന് പോവുകയും നമ്മുടെ ഭരണം ഇവിടെ കിട്ടുകയും ചെയ്തതിന് ശേഷവും ജാതി നിലനിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ജാതിയിൽ താഴ്ത്തപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു. അതുകൊണ്ട് കുമാരനാശാൻ അത് തുറന്നു പറഞ്ഞു. അംബേദ്കർക്കും മുമ്പ് തന്നെ കുമാരനാശാൻ അത് തുറന്നു പറഞ്ഞു.
എന്തിനു ഭാരതധരേ കരയുന്നു? പാരതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ. ചിന്തിക്ക ജാതി മധിരാന്തരമ്മിലടിച്ചന്തപ്പെടും തനയരെന്തിനയേ സ്വരാജ്യം. ജാതിമതം ഭാവിച്ച് തമ്മിലടിച്ച് നശിക്കുന്ന മക്കളുള്ള നിനക്കെന്തിനാണ് സ്വരാജ്യം എന്ന് കുമാരനാശാൻ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം KP കറുപ്പനും അതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അനുജന്മാരെ അവമാനിക്കുന്നവർക്ക് ആരെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കുമോ? മരണം വരെ നമുക്കിന്നിലേക്കാർക്കും സ്വയംഭരണം കിട്ടിയിടുവാൻ അവകാശവുമില്ല എന്നാണ്. മരണം വരെ നമുക്കിന്നിലേക്ക് ആർക്കും സ്വയംഭരണം കിട്ടിയിടുവാൻ അവകാശവുമില്ല എന്നാണ്. നമുക്കതിനുള്ള അർഹതയില്ല സ്വയംഭരണം കിട്ടുക. അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്താണ് വൈക്കം സത്യാഗ്രഹം കൊണ്ട് നേടിയത്? ഗാന്ധിജി പോലും വന്ന് ഇടപെട്ടൊരു സമരമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ച് അതിൽ പങ്കെടുത്ത തന്തപ്പെരിയാർ EV രാമസ്വാമിക്കും വലിയ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം മനുഷ്യർക്ക് വൈക്കം ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയിട്ടാണ് സമരം നടന്നത്. അങ്ങനെ സമരം നടന്ന് ഗാന്ധിജി വന്ന് ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയപ്പോൾ സവർണരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കിഴക്കേ നടയിലൂടെ നടക്കാൻ പാടില്ല എന്നുള്ള ആവശ്യം ഒരു ഒത്തുതീർപ്പായിട്ട് ഗാന്ധിജിയും അംഗീകരിച്ചു. പെരിയാർ ഇതിനെ ശക്തമായി എതിർത്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒത്തുതീർപ്പിലാണ് ആ സമരം നിർത്തിയത്. സമരത്തിന് ശേഷം 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടാവുന്നത്. അപ്പോൾ അതിലൊരു അപാകതയുണ്ട്. അവിടെയും വിവേചനം, ഒരു സമര വിജയത്തിൻ്റെ ഇടയിലും വിവേചനം കുത്തി ചെലുത്തി നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് രാജാവിന് KP കറുപ്പൻ കത്തെഴുതുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്വഭാവം അത് നടക്കുന്ന കാലത്ത് തന്നെ അവിടുന്ന് അറിഞ്ഞിരിക്കുമല്ലോ. ഞങ്ങളെയും അധകൃതരെയുമൊക്കെ ആ ക്ഷേത്രത്തിൽ കടത്തുവാനല്ല, അതിൻ്റെ പുറംമതിലിൻ്റെ അരികിൽ കൂടി സഞ്ചരിക്കുവാനാണ് ആ സംഭവം ഉണ്ടായത്. എത്ര ലക്ഷം രൂപ നശിച്ചു, അതിനുവേണ്ടി എത്ര ആളുകൾ പട്ടിണി കിടന്നു, തല്ലുകൊണ്ടു. ഒടുവിൽ മഹാത്മാഗാന്ധിക്ക് പോലും അവിടെ എത്തേണ്ടി വന്നു. എന്തിന്? പട്ടിയും പൂച്ചയും ഒക്കെ നടക്കുന്നൊരു നിരത്തിൽ കൂടി മനുഷ്യരെ സഞ്ചരിപ്പിക്കാൻ. ഇതാണ് ആ ഫലശ്രുതിയെക്കുറിച്ച്, അതിൻ്റെ ഫലശ്രുതിയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? കാരണം ജാതി വ്യവസ്ഥയുടെ ക്രൂരതകൾ ജാതിയിൽ താഴ്ത്തപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ. ഒരു കല്യാണ വീട്ടിൽ നിന്ന് നമ്മുടെ മഹാകവി കുമാരനാശാനെ ഇറക്കി വിട്ടിട്ടുണ്ട്. മറ്റൊരു ആഢ്യനായ അവർണനാണ് എന്നുള്ളതാണ് അതിലത്തെ ഒരു തമാശ. അങ്ങനെയാണ് വിവേചനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ വളരെ പ്രസിദ്ധനായ ശ്രീജിത്ത് ദേവധർ എന്നൊരു സാമൂഹിക പരിഷ്കർത്താവ് കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കേരളത്തിലെ ജാതി ഘടനയെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള സംക്ഷിപ്ത റിപ്പോർട്ട് പണ്ഡിറ്റ് KP കറുപ്പൻ ഉണ്ടാക്കുകയുണ്ടായി. അതിലെ ചില കാര്യങ്ങൾ അന്നത്തെ ജാതി വ്യവസ്ഥ എങ്ങനെയായിരുന്നു, എത്രമാത്രം വിവേചനപരവും ക്രൂരമായിരുന്നു എന്നറിയാൻ സഹായമാകുന്നൊരു ആ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ. AD 1909 കൊച്ചിയിലെ വിദ്യാലയങ്ങളിൽ ഒന്നിലും അധകൃതരുടെ ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം ചെയ്തിരുന്നില്ല. 2, കറുത്തു മുഷിഞ്ഞ മുണ്ടോടുകൂടിയല്ലാതെ ഒരു പുലയനെയും ഞാൻ കണ്ടിട്ടില്ല. അധകൃത സ്ത്രീകൾ എല്ലാവരും അർദ്ധനഗ്നകളായിരുന്നു. ചില ദിക്കിൽ പുലയ സ്ത്രീകൾ പുല്ലുകൊണ്ടാണ് അവരുടെ നഗ്നത മറിച്ചിരുന്നത്. എൻ്റെ അറിവിൽ 1-2 കുടുംബക്കാർക്ക് മാത്രമേ കല്ലിട്ട് ചമച്ച ഭവനങ്ങളുണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാ അധകൃതരും വയൽവക്കുകളിലെ പാഴ്മാടങ്ങളിലാണ് അധിവസിച്ചിരുന്നത്. ഒരു പുലയന് നമ്പൂതിരിയുമായുള്ള തീണ്ടൽ 64 അടിയാണ്.
64 അടി, നമ്പൂതിരിയെ കണ്ടാൽ പുലയൻ 64 അടി ദൂരെ നിൽക്കണം. സവർണരിലോ ക്രിസ്ത്യാനികൾ മുതലായ മറ്റു മതക്കാരിലോ ഒരുത്തൻ കടക്കാരനായിട്ട് അവൻ്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അയാളുടെ ഇളകുന്ന പണ്ടങ്ങളെയും മറ്റ് സ്വത്തുക്കളെയും കൂടെ അവരുടെ സ്ത്രീകളെയും അടിമകളായി കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. മതം മാറ്റം കൊണ്ടാണ് പുലയർക്ക് അല്പമെങ്കിലും ഗുണമുണ്ടായിട്ടുള്ളത്. മതം മാറുന്ന പുലയന് കിട്ടുന്ന പൊടുന്നനെ ലഭിക്കുന്നൊരു വലിയ ഗുണമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഈ കാര്യം കെ പി കറുപ്പ് മറ്റ് ചില സ്ഥലങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. മതം മാറ്റം കൊണ്ട് പുലയന് എന്ത് സംഭവിക്കുന്നു? മുസ്ലിം ആയാലോ ക്രിസ്ത്യാനിയായാലോ. ബാലാകലേശം നാടകത്തിൽ പുലയനായൊരു കഥാപാത്രം യജമാനോട് പറയുന്നുണ്ട്, ഞാൻ മാപ്പിളയായാൽ നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ മാപ്പിളയെന്ന് കുശലം ചെയ്യും, പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ദൂരെ നിൽക്കണം എന്ന് പറയുന്നത് ബാലാകലേശം നാടകത്തിൽ. അപ്പോൾ അത്തരത്തിൽ അടിമുടി സമുദായ പരിഷ്കർത്താവായ കെ പി കറുപ്പനെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമ്മൾ കാണുന്നത്. അധ്യാപകനായും നാട്ടുഭാഷാ സൂപ്രണ്ടായും കൊച്ചി രാജ്യത്തെ നിയമസഭാ അംഗം എന്ന നിലയിലുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിവേചനങ്ങൾ അവസാനിപ്പിക്കാനായി നൽകിയിട്ടുണ്ട്. ജാതിയില്ലാത്ത ഒരിടമായിട്ട് അദ്ദേഹം, കവിയായതുകൊണ്ടാവാം, ജാതിയില്ലാത്ത ഒരിടമായിട്ട് അദ്ദേഹം കണ്ടത് ഭാഷയാണ്. ഭാഷയിൽ പൂന്താനവും ചെറുശ്ശേരിയും നമ്പൂതിരിമാരാണ്. എഴുത്തച്ഛനും മറ്റും കുഞ്ചൻ നമ്പ്യാരും മറ്റ് ജാതിയിൽപ്പെട്ടവരാണ്. മൂർക്കോത്തുകുമാരനും അന്തപ്പായും സീതി സാഹിബുമൊക്കെ സാഹിത്യത്തിൽ ഇടപെടുന്നത് ഭാഷയിൽ ചാതുർവർണ്ണമില്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം വളരെ രസകരമായി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബജറ്റ് പരാമർശങ്ങളിൽ, നിയമസഭാംഗം എന്ന നിലയിൽ ബജറ്റ് പരാമർശങ്ങളിൽ ചില വളരെ പ്രധാനപ്പെട്ട അന്നത്തെ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചുള്ള രേഖകളുണ്ട്. അതിൽ ഒന്ന് പറയുന്നത്, ബജറ്റിൽ കാണുന്ന പുലയപദം പറയർ, നായാടി, ഉള്ളാടൻ മുതലായ ജാതിക്കാരെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഗ്രാമങ്ങളിലെ വീഥികൾ കാണുവാൻ കൂടി ഭാഗ്യമില്ലാതെയും സന്ദർഭം അനുവദിക്കാതെയും എത്രയെത്ര നായാടികളാണ് സംസ്ഥാനത്തിൻ്റെ വനസരണികളിൽ കഴിഞ്ഞുകൂടുന്നത്. നായാടി വിഭാഗത്തിന് പകൽ നേരങ്ങളിൽ വഴികളിൽ സഞ്ചരിക്കാൻ വന്നു കയറാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവർ നായാടികളെ കാണരുത്, ഇവരൊക്കെ മനുഷ്യരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദനാജനകമായ കാര്യം. ഇപ്പോൾ നമ്മുടെ ഭരണകർത്താക്കൾ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കുന്ന വളരെ തമാശ കലർന്ന ചില പ്രയോഗങ്ങൾ കാണുമ്പോൾ ഈ കാര്യം ഓർമ്മ വരുന്നു. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത്, ഒരു രാജ്യം പരിഷ്കൃതമായി തീരുന്നത് അതിലെ സസ്യസമൃദ്ധിയെയോ വൈപുല്യത്തെയോ മാത്രം ആശ്രയിച്ചല്ല, അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണ് അതിൻ്റെ പരിഷ്കാരം പ്രതിഷ്ഠാപിതമായിരിക്കുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ അദ്ദേഹം എടുത്തു പറയുകയും സ്കൂളുകൾ ഉണ്ടാക്കാൻ അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്കൂളുകൾ ഉണ്ടാക്കുമ്പോൾ ഹിന്ദു എന്ന വാക്കിന് എത്ര ചുരുങ്ങിയ അർത്ഥമാണ് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരിടത്ത് തൻ്റെ നിയമസഭാ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹിന്ദു എന്ന വാക്ക് എത്ര ചുരുങ്ങിക്കിടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്, മഹാരാജാസ് കോളേജിൽ ഹോസ്റ്റലുണ്ട്, ആ ഹോസ്റ്റലിൻ്റെ പേര് ഹിന്ദു ഹോസ്റ്റൽ എന്നാണ്. നമ്മുടെ മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിന് ഹിന്ദു ഹോസ്റ്റൽ എന്ന പേരുണ്ടെങ്കിൽ അത് അവ്യാപ്തി ദോഷത്താൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാതെ ദൂഷിതമായിട്ടുണ്ട് എന്ന് ശാസ്ത്രയുക്തി ആർക്കും സമർത്ഥിക്കാവുന്നതാണ്. അതൊരു ഹിന്ദു ഹോസ്റ്റലാണെങ്കിൽ അവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ പ്രവേശനാധികാരം വേണ്ടതായിരുന്നു. അന്ന് മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഈ മഹാരാജാസ് കോളേജിലെ ഹിന്ദു ഹോസ്റ്റലിൽ ഹിന്ദുക്കളായ എല്ലാവർക്കും പ്രവേശനമില്ല, സവർണർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. നിരന്തരമായി ജാതി വ്യവസ്ഥയ്ക്കെതിരായി യുദ്ധം ചെയ്യുന്ന ഇത് മറ്റൊരു തരത്തിലുള്ള യുദ്ധമാണ്. വിവേചനങ്ങൾ ഇല്ലാതാക്കാനുള്ള യുദ്ധം. ഒരു
സാമുദായിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വേണ്ടത്ര വലുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കിയോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അംബേദ്കറെ പോലെ, തന്തേ പെരിയാറെ പോലെ, നമ്മുടെ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും പണ്ഡിറ്റ് KP കറുപ്പനും മറ്റൊരുപാട് പേരും നിരന്തരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറേയൊക്കെ ജാതിമുക്തമായ, പൂർണ്ണമായി എന്ന് പറയും, കുറേയൊക്കെ ജാതിമുക്തമായൊരു സമൂഹത്തിലേക്ക് കേരളം പരിവർത്തനം ചെയ്തത് എന്ന് കാണാൻ കഴിയും. മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഒരു ഗുരു തൻ്റെ ആശയ മണ്ഡലമായി തിരഞ്ഞെടുത്തൊരു ഒരു ലോകത്തിൽ അതിനുശേഷം അദ്ദേഹത്തിൽ നിന്നും ഒരു 100 കൊല്ലം കഴിയുമ്പോൾ മുസ്ലിമുകൾക്ക് പ്രവേശനമില്ല എന്നൊരു കീഴാള ആരാധനാലയത്തിൽ, ഒരു കാവിൽ ബോർഡ് വരുന്നത് എത്രമാത്രം നവോത്ഥാനപരമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പുസ്തകത്തിൻ്റെ സന്ദർഭത്തിൽ അടുത്ത തവണ ഇനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. വണക്കം.